Hi guys, welcome back. എല്ലാവരും ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിൻഡോസ് 7ൻ്റെ മറന്നുപോയ പാസ്വേഡ് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇന്ന് നോക്കുന്നത് വിൻഡോസ് 10ൻ്റെ മറന്നുപോയ പാസ്വേഡ് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ളതാണ്. രണ്ടും ഏകദേശം സെയിം തന്നെയാണ്, എന്നാലും ചെറിയ സ്റ്റെപ്പുകളിൽ ചെറിയൊരു മാറ്റങ്ങളുണ്ട് വിൻഡോസ് 7ഉം 10ഉം തമ്മിൽ. പിന്നെ സി ഡ്രൈവിൽ എത്തിയിട്ടുള്ള ബാക്കി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോയിലൂടെ കാണാം. അതിനു മുമ്പായി നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, വിൻഡോസ് 10 അറബിക് പി സി ആണ് ഇപ്പോൾ നമ്മളുടെ പാസ്വേഡ് റിമൂവ് ചെയ്യുന്നത്. സോ ഇത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്, ലോഗിൻ ആവുന്നില്ല. സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് നമ്മൾ ഓൺ ചെയ്യുക. പവർ ഓൺ ചെയ്തതിന് ശേഷം ഓണായി വരുന്ന സമയത്ത് നമ്മൾ പവർ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുക. അങ്ങനൊരു 3 തവണ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഈ റീകവറി ഓപ്ഷനിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ സിസ്റ്റം ഓണായി വരുന്ന സമയത്ത് പ്രിപ്പയറിങ് ഓട്ടോമാറ്റിക് റിപ്പയർ എന്ന് കാണിക്കുന്നതാണ്. അതിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു അറബിക് ലാംഗ്വേജ് പി സി ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അറബിയിലായിരിക്കും കാണാൻ സാധിക്കുക. പക്ഷേ ഞാൻ പറയുന്ന സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഇതുപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ്. സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് അഡ്വാൻസ് ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അഡ്വാൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി ഏറ്റവും താഴെയുള്ള ട്രബിൾ ഷൂട്ട് എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അഡ്വാൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി താഴെ കാണുന്ന സിസ്റ്റം ഇമേജ് റീകവറി ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്യാൻസൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക.
അഡ്വാൻസ് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ എ ഡ്രൈവർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ സിസ്റ്റം ഫോൾഡറിലെത്തുന്നതാണ്. സിസ്റ്റം 32 ഫോൾഡറിൽ ഇവിടെ നമുക്ക് യൂട്ടിൽമാൻ എന്ന് പറയുന്ന ഒരു ഫയലാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അത് സിസ്റ്റം 32 ഫോൾഡറിനകത്താണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ വീണ്ടും മൈ കമ്പ്യൂട്ടർ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത പാർട്ടീഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ സിസ്റ്റം 32 കണ്ടെത്തുക. ഞാനവിടെ സി ഡ്രൈവ് ക്ലിക്ക് ചെയ്യുന്നു. വിൻഡോസിൽ സിസ്റ്റം 32 ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് യൂട്ടിൽമാൻ എന്നുള്ള ഒരു ഫയലാണ് കണ്ടെത്തേണ്ടത്. റൈറ്റ് ക്ലിക്ക് അടിച്ച് റീനെയിം ചെയ്യുക. ഞാനിവിടെ യൂട്ടിൽമാൻ 1 എന്നാക്കുന്നു. ഇനി നമുക്ക് CMD എന്നുള്ള ഫയലാണ് കണ്ടെത്തേണ്ടത്. CMD നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം ചെയ്ത് യൂട്ടിൽമാൻ എന്നാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ CMD റീനെയിം ചെയ്തു, യൂട്ടിൽമാൻ എന്നാക്കി. ഇനി നമുക്കിതിവിടെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇവിടെ യൂട്ടിൽമാൻ ആൻഡ് യൂട്ടിൽമാൻ 1 വന്നിട്ടുണ്ട്. സോ ഇനി നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ഓപ്പൺ വിൻഡോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ആരോ കാണാൻ സാധിക്കുന്നതാണ്. ഈസ് ഓഫ് ആക്സസ് എന്നുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കമൻറ്റ് പ്രോംപ്റ്റ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നമുക്ക് നെറ്റ് സ്പേസ് യൂസർ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ യൂസറും അവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് യൂസറിൻ്റെ പാസ്വേഡാണോ റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു യൂസറാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മളിവിടെ നെറ്റ് സ്പേസ് യൂസർ സ്പേസ് നമുക്ക് ഏത് യൂസറിൻ്റെ പാസ്വേഡാണോ റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു യൂസർ എൻ്റർ ചെയ്യുക. എന്നിട്ട് സ്പേസ് സ്റ്റാർ ഇട്ടിട്ട് എൻ്റർ ചെയ്യുക. നെറ്റ് യൂസർ സ്പേസ് യൂസർ നെയിം സ്പേസ് സ്റ്റാർ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റർ ചെയ്യാം. വീണ്ടും ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ കമാൻഡ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പാസ്വേഡ് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.